ചിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ടെസ്റ്റ് മണി സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് രാധാകൃഷ്ണൻ ആചാരി, ചോറ്റാനിക്കര, എറണാകുളം. കർത്താവിൻ്റെ ദാസന് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ വരുന്നത്. കർത്താവ് ധാരാളമായിട്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത 30 മിനിറ്റുകളുണ്ട് കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുമ്പോൾ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. രാധാകൃഷ്ണൻ ആചാര്യ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ സായാഹ്നം 2 മീറ്റിങ്ങില് കർത്താവിന്റെ വചന നിമിത്തം സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരാത്മീയ കൂടിവരമാണല്ലോ സൂം പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്തദാസൻ വിളിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിലും ഈ സമയം നിങ്ങളുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ ചോറ്റാനിക്കര എന്നാണ്. എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന സ്ഥലത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടും ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടതുകൊണ്ടുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഈ തിരുവചനം പങ്കിടുവാൻ പരിശുദ്ധൻ എനിക്കൊരു അവസരം തന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വളരെ സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഒരിക്കലും നമ്മെ ന്യായം വിധിക്കുവാനല്ല, മറിച്ച് പുത്രനിലൂടെ നാം രക്ഷിക്കപ്പെടേണ്ടതിനാണ്. ആ മഹാരക്ഷയെ കരസ്ഥമാക്കുവാൻ, ആ രക്ഷയിലായിരിക്കാൻ ദൈവം നമുക്ക് തന്ന ഈ നല്ല സാഹചര്യങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുകയും എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്തദാസനും മറ്റു പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ചുകൊണ്ട് അതും ആ വചനത്തോടുള്ള ബന്ധത്തിലും എൻ്റെ അനുഭവമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ദൈവത്തിന്റെ ശരണപ്പെടുന്നു. അതിനാധാരമായിട്ട് ഫിലമോന്റെ ലേഖനത്തിൽ നിന്നും 10-11 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ലേഖനങ്ങളുടെ പട്ടികയിലുള്ള ഫിലമോൻ എന്ന ഒറ്റ അധ്യായമുള്ള ലേഖനമാണല്ലോ ഫിലമോന്റെ ലേഖനം. അത് ഒരു കത്ത് തൻ്റെ ഏറ്റവും സ്നേഹിതനായിരിക്കുന്ന കൂട്ടുശുശ്രൂഷകനായിരിക്കുന്ന ഫിലമോന് പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ കത്താണ്. ആ കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: മുമ്പേ നിനക്ക് പ്രയോജനമില്ലാതിരുന്ന ഒരുവൻ ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവനായി മാറിയിരിക്കുന്നു. മുമ്പും ഇപ്പോഴും. നാം മുമ്പ് എങ്ങനെയായിരുന്നു, നാം ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു. ഈ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, ക്രിസ്തുവിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ഇത് ഭയങ്കര വ്യത്യാസമാണ് ആ ജീവിതത്തിന്. ഒരുവന്റെ ജീവിതത്തിൽ ക്രിസ്തു വരുമ്പോഴാണ് അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞങ്ങളൊരു യാഥാസ്ഥിതിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടയാളാണ്. ഞങ്ങൾ ശരിക്കും കേരളീയരല്ല, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്തവരാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് സ്വർണ്ണപ്പണിയാണ്. സ്വർണ്ണപ്പണി എന്ന് വെച്ചാൽ ഓർണമെന്റ്സ് മാത്രമല്ല, ക്ഷേത്രങ്ങളിലെ പൂജാതി വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന, അങ്ങനെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. എൻ്റെ അച്ഛൻ്റെ പേര് രാമകൃഷ്ണ ആചാരി എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഗുരുവായൂർ കൃഷ്ണൻ എന്നാണ്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. എൻ്റെ പിതാവ് ചോറ്റാനിക്കരയിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചോറ്റാനിക്കര വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു 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 ആലയമാണത്.
അപ്പൊ അതിനോടുള്ള ബന്ധത്തിലൊക്കെ കൂടി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങൾ. എന്റെ കുടുംബം അങ്ങനെയായിരുന്നു. ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എല്ലാവിധമായ സാമ്പത്തികവും എല്ലാ നിലകളിലുള്ള അഭിവൃദ്ധി ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലൊരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഞങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. ഒരു ആൺമകൻ വേണമെന്ന് ആഗ്രഹിച്ചു, അവർക്ക് ഒരു ആൺമകനെ ലഭിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ജീവിതത്തിന്റെ ആരംഭ നാൾ മുതൽ തന്നെ ഞാൻ അവർക്ക് വേദനയായി മാറി. എബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എബേസ് അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചത് കൊണ്ട് അവന് എബേസ് എന്ന് പേരിട്ടു എന്നാണ് നമ്മൾ വായിക്കാനായിട്ട് കഴിയുന്നത്. കാണുന്നവരെല്ലാം വ്യസനപുത്രൻ എന്നാണ് എബേസിനെ പറയുന്നതെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തോട് എബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം, നിന്റെ കരം എന്റെ മേൽ വെക്കണം, എന്റെ അതിരുകളെ വിശാലമാക്കണം, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാത്തു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് താനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ദൈവം ആ അപേക്ഷ തനിക്ക് നിവർത്തിച്ചു കൊടുത്തു എന്ന് കാണുന്നു. നാം ആയിരിക്കുന്ന സാഹചര്യം പരിമിതമായിരിക്കാം, അതിരുകളൊന്ന് വിശാലമായിരിക്കാം, ഞെരുക്കത്തിന്റെ അനുഭവമായിരിക്കാം. എന്നാൽ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. എത്ര പേർ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുന്നു? നമ്മുടെ ജീവിത സാഹചര്യത്തെ അത്ഭുതകരമായ മാറ്റത്തിലേക്ക് നയിക്കുവാൻ, എന്ന് വെച്ചാൽ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയാത്ത ചിലത് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ യേശു നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് അത് ചെയ്യും. അപ്പോൾ എന്റെ ജനനം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ കർത്തവാവിന്റെ അന്ന് അർദ്ധരാത്രിയാണ്. ആ ഒരു ഹൈന്ദവ കുടുംബത്തിൽ അങ്ങനെയുള്ളതായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയതാണ്. കാരണം കർക്കിടക മാസം പട്ടിണി മാസം, പഞ്ഞമാസം എന്നൊക്കെ അറിയപ്പെടുന്ന മാസമാണ്. അന്ന് ഒരു നല്ല കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഭവനങ്ങളൊന്നും ചെയ്യാറില്ല. എൻ്റെ പിതാവാണ് ഒരു അന്ധവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനന സമയവും നാഴികയും നാളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ആശങ്ക തോന്നി എന്നെ കുറിച്ച്. ഒരു ആൺകുഞ്ഞ് ജനിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും എന്നെ കൊണ്ടൊരു ജ്യോത്സ്യന്റെ അടുക്കൽ പോയി ഭാവി അറിയാൻ വേണ്ടി ജാതകം എഴുതാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സംവിധാനത്തിനകത്ത് അദ്ദേഹം എന്നെ എന്ത് ചെയ്തു, എന്റെ ഭാവിയെ കുറിച്ച് പരിശോധിച്ച് വളരെ സമയം കഴിഞ്ഞ് അദ്ദേഹം മറുപടി പറഞ്ഞത് എങ്ങനെയാണ്: ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ ഈ കുട്ടി ഒരു പ്രയോജനമുള്ളതായി കാണുന്നില്ല. 35 വയസ്സുവരെ ഇവനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയത്തില്ല. അതുവരെ ജീവിച്ചിരുന്നാൽ ഭാഗ്യം. പക്ഷെ 35 കഴിഞ്ഞാൽ ഇവന് രാജയോഗമാണ്. ഇവന്റെ ജീവിതത്തിന് വലിയ മാറ്റം വരാൻ പോവുകയാണ്. പ്രിയരെ, എന്റെ മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞല്ലോ, എബേസിനെ പോലെ എന്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് വിഷമിക്കാൻ തുടങ്ങി. കാരണം എന്റെ ഭാവി അറിയാനാണ് ജാതകം എഴുതാൻ കൊണ്ടുപോയത്. അദ്ദേഹം എന്റെ ജാതകത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച്, ദോഷങ്ങളെ കുറിച്ച് മാത്രമുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അതിനകത്ത് ഒരിക്കലും ഒരു നന്മയെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ 35 വയസ്സുവരെ ജീവിച്ചിരിക്കേണ്ടതിന് അദ്ദേഹം വേറൊരു 10 ഷീറ്റ് പേപ്പറിൽ ഞാൻ പ്രയോജനമുള്ളവനായി മാറേണ്ടതിന്, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊള്ളാവുന്നവനായി തീരേണ്ടതിന് പരിഹാര കർമ്മങ്ങൾ എഴുതി കൊടുത്തു. ഓരോ ദിശാസന്ധിയിലും എൻ്റെ ദിശാമാറ്റം സംഭവിക്കുന്ന ദശാസന്ധികളിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം എഴുതി കൊടുത്തു. എൻ്റെ മാതാപിതാക്കൾ അത് ചെയ്യാൻ സന്നദ്ധരായിരുന്നു. സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ പണിയെടുത്ത് കിട്ടുന്ന പണത്തിന്റെ പകുതിയും മുടക്കി ഈ വളർന്ന് ഞാൻ വരുമ്പോൾ പ്രയോജനമുള്ളവനായി മാറേണ്ടതിന് അവരാൽ കഴിയുന്ന തരത്തിലൊക്കെ അവർ പ്രയത്നിക്കാൻ തുടങ്ങി. പക്ഷേ ജീവിതം ഇരുള് നിറഞ്ഞ ജീവിതമായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം 7ാം ക്ലാസ്സോട് കൂടെ അവസാനിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജീവിതം ലഹരി മരുന്നിന്റെ അടിമകളുടെ അടിമത്തത്തിലേക്ക് മാറി. 13ാമത്തെ വയസ്സിൽ ആരംഭിച്ച, രസത്തിന് വേണ്ടി ആരംഭിച്ച ലഹരി മരുന്നിന്റെ ഉപയോഗം പിന്നീട് ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത നിലയിലുള്ളതായ ലഹരിയുടെ ആ അവസ്ഥയിലേക്ക്, എന്താ ജ്യോത്സ്യൻ എന്ത് പറഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ മുന്നോട്ട് ജീവിച്ചു. ഒടുവിലായി 24ാമത്തെ വയസ്സിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ സംഭവിച്ച ഒരു കേസിൽ, ഒരു കൊലപാതക കേസിൽ ഞാൻ അകപ്പെട്ടു. എന്നോടൊപ്പം മദ്യപിച്ചു വന്ന എൻ്റെ സ്നേഹിതനാണ് എൻ്റെ കരങ്ങളാൽ മരണപ്പെടുവാൻ ഇടയായി തീർന്നത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ചത് ഒന്നും ചെയ്തതല്ല. പ്രിയരെ, മനുഷ്യജീവിതം തകരാൻ അധികം നേരമൊന്നും വേണ്ട.
നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിലല്ല. അതെ, പലപ്പോഴും നേരായി നന്നായി പോണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്, ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമെന്ന ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ആ മദ്യവും മയക്കുമരുന്നും ലോകസുഖങ്ങളിൽ ഞാൻ ആകർഷനായി ഞാനങ്ങ് പോയി. നല്ല യൗവനം, നല്ല ആരോഗ്യവും, അച്ഛനോട് കൂടെ പണിയൊക്കെ പഠിച്ച് പൈസ സാമ്പത്തികമായിട്ടുള്ള വരുമാനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുറകോട്ട് ചിന്തിച്ചില്ല. പക്ഷെ 24-ാമത്തെ വയസ്സിൽ എൻ്റെ ആ ജീവിതയാത്രയ്ക്ക് വിരാമം കുറിക്കത്തക്കവണ്ണം വലിയൊരു അനർത്ഥം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ആ ഒരു വലിയ അനർത്ഥത്തിലേക്ക് ഞാൻ ചെന്ന് ചാടി. സുബോധം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയിരുന്നു. പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്നു. അവരുടെ മുമ്പാകെ ഞാൻ എന്റെ കുറ്റം സമ്മതിച്ചു. അവരെന്നെ അറസ്റ്റ് ചെയ്തു. അവരെന്നെ തെളിവെടുപ്പുകൾ നടത്തി. ഞാൻ പഠിച്ച സ്കൂളിന് മുമ്പിൽ എന്നെ കൊണ്ടുവന്നിറക്കി. എന്റെ നാട്ടിൽ ഏകദേശം 2-2.5 കിലോമീറ്ററോളം അവര് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടി. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തെ പോലീസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് കഴിയും. എന്നെ അങ്ങനെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, എങ്കിലും അവരെന്നെ കൊണ്ടുവന്ന് സ്കൂളിന് മുമ്പിൽ ഇറക്കിയിട്ട് അവിടുന്ന് ആ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോയി മണിക്കൂറുകൾ നടത്തി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയത്. ആ കേസ് അറിഞ്ഞ എല്ലാവരും വന്ന്, നാട്ടുകാർ മൊത്തം എന്നെ നോക്കി ശപിച്ചു, എന്നെ നോക്കി അവർ പിറുപിറുത്തു. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും തകർന്നവനായി, എന്റെ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടു, ദേശക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, ആ ദേശത്ത് നിന്ന് നാട് കടത്തി എന്ന് പറയുന്നത് പോലെ പോലീസ് എന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയി എന്നെ സബ് ജയിലിലാക്കി. അതിനുശേഷം 1993 ഒക്ടോബർ മാസത്തിൽ എന്റെ കേസ് ജീവപര്യന്ത ശിക്ഷയായിട്ട് ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിനകത്തേക്ക് പോയി. ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതം പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എന്റെ മുമ്പിൽ ആ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഇരുമ്പ് വാതിൽ എന്റെ മുമ്പിൽ തുറന്ന് ഞാൻ വേറൊരു ലോകത്തിലേക്ക് ഞാൻ കടന്നുപോയി. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. നാട്ടിൽ ഓടി നടക്കുന്ന ഒരു നായക്കുട്ടിയെ പിടിച്ച് നമ്മൾ ചങ്ങല കെട്ടാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യം നല്ലതിനായി പ്രയോജനപ്പെടുത്താതെ തിന്മയായി ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചത് നിമിത്തം ഞാൻ ഇന്ന് സ്വാതന്ത്ര്യമില്ലാത്തവനായി പരിമിതമായ ഒരനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അങ്ങനെ നാളുകൾ അവിടെ കഴിഞ്ഞ്, നാളുകൾ മുന്നോട്ട് പോയി. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എന്റെ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഒരു സമൂഹം തന്നെ പുറന്തള്ളപ്പെട്ട അനുഭവത്തിൽ ഞാൻ അതിനകത്ത് കിടക്കുക. എനിക്ക് അങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ 1993 ഞാൻ ജയിലിൽ പോയ ആ പ്രാരംഭ ദിനങ്ങളിൽ തന്നെ എനിക്ക് ഉടുക്കാൻ തന്നെ ഉടുമുണ്ട് കയറാക്കി ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമം നടത്തി. പ്രിയരെ, എന്നാലും അതിന്റെ വിജയകരമായി തീർന്നില്ല. അത് പരാജയപ്പെട്ടു. അങ്ങനെ നിരാശയിൽ, വേദനയിൽ കഴിയുന്ന സമയത്ത് ഞാൻ കിടക്കുന്ന മുറിയിൽ എന്റെ അടുക്കൽ കിടക്കുന്ന ഒരു സ്നേഹിതന്റെ തലയ്ക്കും ഭാഗത്ത് തലയണയായി വെച്ച് ഉപയോഗിച്ചിരുന്ന ഒരു വിശുദ്ധ വേദപുസ്തകം. പണ്ടൊക്കെ ദൈവദാസന്മാർ കവലയിൽ നിന്ന് ഈ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാനൊന്നും രാധാകൃഷ്ണൻ നിന്നിട്ടില്ല. കാരണം രാധാകൃഷ്ണന് 33 ദേവീദേവന്മാരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപദേശിമാരി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് വിദേശത്തു നിന്നുള്ളതായ പണത്തിനു വേണ്ടി വിദേശ ദൈവത്തെ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന പരിപാടിയാണെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് അങ്ങനെ പ്രസംഗിച്ചിരുന്ന പല ദൈവദാസന്മാരെയും അവരുടേതായ പ്രസംഗമൊക്കെ നിർത്തിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഞാനൊരു കാര്യം പറയട്ടെ. പ്രയോജനമില്ലാതെ കിടക്കുന്ന മനുഷ്യനെ പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും മഹനീയമായ, ഉദാത്തമായ, ഏറ്റവും എളുപ്പത്തിൽ ഒരു മനുഷ്യനെ രൂപാന്തരത്തെ നയിക്കാൻ കഴിയുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം ഏത് മനുഷ്യന്റെ ജീവിതത്തിനകത്തേക്കും അവൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഞാൻ ഈ ബൈബിൾ കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി, ഈ പുസ്തകത്തിനകത്ത് എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്തെങ്കിലും കാണുമോ? എന്റെ പ്രിയരെ, ഞാൻ ആ പുസ്തകം ആ മനുഷ്യനോട് മേടിച്ച്, അദ്ദേഹം ആ ജയിലിൽ കിടന്ന് തന്നെ മരിച്ചുപോയൊരു മനുഷ്യനാണ്. അദ്ദേഹം ആ പുസ്തകം വായിച്ച് രക്ഷിക്കപ്പെട്ട ആളല്ല, നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ ആ പുസ്തകം എന്റെ ജീവിതത്തിന് വഴിത്തിരിവായി മാറി. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറുന്നതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെ വെറുടുക്കൽ തുളച്ചിയുള്ള ഹൃദയത്തിന്റെ ചിന്തകളും ഭാവങ്ങളും വിവേചിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 4:12 നമ്മൾ അങ്ങനെയാ കാണുന്നത്.
അക്ഷരാർത്ഥത്തിൽ ആ വചനം എന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നു. ഒന്നുമില്ലാതെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച എന്റെ ജീവിതത്തിലേക്ക് തിരുവെഴുത്ത് പ്രവേശിക്കാനായിട്ട്, എന്ന് വെച്ചാൽ ഈ വിശുദ്ധ വേദപുസ്തകം ഞാൻ തുറന്ന് അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ജീവിതത്തിനകത്തേക്ക് എന്തെന്നില്ലാത്ത ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. എത്ര പേർക്ക് അത് അനുഭവം ഉണ്ടായിട്ടെന്ന് എനിക്കറിയത്തില്ല. പ്രിയരെ, നാം ഉപയോഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് അത് ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്ന ആ അഡ്രസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ആ ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ദൈവവചനത്തിനുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ശക്തി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ബൈബിൾ കിട്ടി, ഞാൻ കണ്ണടച്ച് പിടിച്ചോണ്ട് തുറന്നു. അത് തുറന്നു കഴിഞ്ഞ് പുസ്തകം തുറന്നിട്ട് ഞാൻ വായിച്ചൊരു ഭാഗം നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിന്റെ ഒരു പദമാണ്, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം എത്ര പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും മുന്നോട്ടുള്ള വഴി കാണാതെ നിങ്ങൾ ആയിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ആശിച്ച ഒരു തുറമുഖത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല, ആഗ്രഹിക്കാത്ത പലതുമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാൻ മനസ്സ് കാണിച്ചാൽ ആമേൻ, നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായ മാറ്റത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബൈബിൾ തുറന്ന് വായിച്ച ആ വാക്യം എന്റെ ജീവിതത്തെ മാറ്റി. ഇന്നലെ പകൽ ഞാൻ പറയട്ടെ, ഈ പുസ്തകം ആത്മാർത്ഥമായി നിങ്ങൾ തുറക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ സ്വർഗം നിങ്ങളുടെ മേൽ തുറന്നിരിക്കും, ഒരു സംശയവും വേണ്ട. കാരാഗ്രഹത്തിനകത്തൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കിടന്ന രാധാകൃഷ്ണൻ 1993 ഏകദേശം അതിന്റെ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ വായിക്കാൻ തുടങ്ങിയ ഞാൻ ആ ദൈവവചനം എന്റെ ജീവിതത്തിൽ പ്രവേശിച്ചു. എനിക്കൊരു പ്രതീക്ഷയായി. പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു. ഞാൻ സ്വർഗത്തിലെ ദൈവത്തോടുള്ള പ്രാർത്ഥന, യേശുവിനെ എനിക്കറിയത്തില്ല. അങ്ങനെ നിരന്തരമായ ദൈവവചന വായന എന്റെ ജീവിതത്തിലുള്ള കേടുപാടുകളെ തീർക്കാൻ, അല്ലെങ്കിൽ എന്റെ കുറവ് എന്താന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ വായിച്ച എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വാക്യമാണ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടു തിരിയുന്നെങ്കിൽ എനിക്ക് അവനോട് കരുണ തോന്നുമെന്ന് എസ്കേൽ പ്രവാചകൻ 33:11 പറയുന്ന വാക്യം എന്നെ ഭയങ്കര ഹഠാത് ആകർഷിച്ചു. ഞാൻ അന്ന് രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ വിട്ടുതിരിയണമെന്ന്, എനിക്ക് മദ്യത്തിനും മയക്കുമരുന്നൊക്കെ വിട്ടുതിരിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എന്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിസംബർ മാസം 27-ാം തീയതി ജയിലിനകത്തൊരു സുവിശേഷ സംഘം വന്നു. അവർ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ദൈവവചനം എന്നിൽ പ്രവേശിക്കുകയും എന്നിൽ ഒരു ആത്മീക പരിവർത്തനം നടത്തുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. പ്രിയരെ, വചനത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. ആ അറിവിലൂടെയാണ് നമ്മൾ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ആമേൻ ഒരു വിസ്ഡം നമുക്കുണ്ടാകുന്നത് ദൈവവചനം അറിഞ്ഞ് ആ ദൈവവചനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ്. അങ്ങനെ തെറ്റായതിനെയൊക്കെ മാറ്റിയിട്ട് ശരിയായത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ എന്റെ പാപ സ്വഭാവത്തിനത് കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ആമേൻ എനിക്ക് കാര്യം മനസ്സിലായി, അതിന് പരിഹാരമുണ്ടോ? അങ്ങനെയാണ് 1993 ഡിസംബർ മാസം 27-ാം തീയതി ഞാൻ കേട്ട തിരുവെഴുത്ത്, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാനും വിശ്വസിപ്പാനും യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഞാനും സമ്മതിച്ചു. പാപത്തെ യേശുവിനോട് ഏറ്റുപറഞ്ഞു. യേശു ക്രൂശിൽ മരിച്ചത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. കാരാഗ്രഹത്തിനകത്ത് ആമേൻ മറ്റുള്ള തടവുകാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഞാൻ കേട്ട സന്ദേശം എന്നോട് മാത്രം വ്യക്തിപരമായി ദൈവം ഇടപെടുകയും ഞാൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ്? യേശുവിനെ കർത്താവെന്ന് ഞാൻ വായു കൊണ്ടേറ്റ് പറഞ്ഞു. ദൈവനെ മരിച്ചവരുടെ ഓർപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ എന്നിൽ അത്ഭുതകരമായ മാറ്റം ഞാൻ വിശ്വസിച്ചപ്പോൾ തന്നെ ഉണ്ടായി. എസ് കെ പ്രവാചകന്റെ പുസ്തകം 36:26 പറയുന്നത് പോലെ ആമേൻ അവിടെ എന്താ പറയുന്നത് അറിയാമോ? ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിലാക്കും, ജഡത്തിൽ നിന്റെ കല്ലാടുള്ള ഹൃദയത്തെ മാറ്റി മാംസലമായ ഹൃദയം ഞാൻ നിനക്ക് തരും.
എന്റെ ചട്ടങ്ങളിൽ തന്നെ നടത്തുമാറാക്കും. ഇതാണ് SKL 36:26-27 വാക്യം നമ്മൾ കാണുന്നത്. ഈ വചനം അന്വർത്ഥമായി എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഹൃദയം എനിക്ക് തന്നു. ഞാൻ പറയട്ടെ പ്രിയരെ, പാപത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനെ മടക്കി വരുത്താൻ ഉലകത്തിൽ ഒറ്റ മാർഗമേ ഉള്ളത്, സുവിശേഷമാണ്. ഒനോസിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫിലമോന്റെ വീട്ടിൽ നിന്ന് എന്തോ മോഷ്ടിച്ച് താൻ പിടിക്കപ്പെട്ട് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ജയിലിനകത്ത് വെച്ച് ഈ ഒനോസിമോസിനെ മുൻപരിചയമുണ്ട് പൗലോസിനെ. എവിടെ വെച്ച്? ആരുടെ വീട്ടിൽ? ഫിലമോന്റെ വീട്ടിൽ വെച്ച് തനിക്കറിയാം. പക്ഷെ ജയിലിൽ വെച്ച് അവനെ കണ്ടു, അവനോട് സുവിശേഷം പങ്കുവെച്ചു. സുവിശേഷത്താൽ അവൻ വീണ്ടും ജനിക്കാനിടയായി തീർന്നു. ആ വീണ്ടും ജനനം അവൻ പ്രയോജനമുള്ളവനായി മാറി. അവനെ മടക്കി തന്റെ യജമാനന്റെ അടുക്കലേക്ക് വിടാൻ വേണ്ടി എഴുതുന്ന കത്തിന്റെ വാക്യമാണ് നമ്മൾ വായിച്ചത്. പ്രിയരെ, അത് എത്ര സന്തോഷം നൽകുന്നതാണ്. പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട് ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിന്റെ വംശപാരമ്പര്യത്തിലുള്ള മാനവരാശിയെ വീണ്ടും ആ സ്വർഗീയ തലത്തിലേക്ക് കരം പിടിച്ച് കയറ്റേണ്ടതിന് ദൈവം തന്റെ പുത്രനിലൂടെ നടത്തിയ രക്ഷയുടേതായ ആ വചനങ്ങൾ ദൈവം നമുക്ക് ബൈബിളിൽ വിശുദ്ധ വചനമായി നമുക്ക് നൽകി തന്നു. ഇന്നിത് വിശ്വസിക്കുന്ന ഏവനും വീണ്ടും ഒരു കാലത്ത് തള്ളിക്കളഞ്ഞതിലേക്ക് പ്രവേശിക്കാൻ ദൈവം തന്റെ പിതാവിന്റെ അടുക്കലേക്കുള്ള വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ രാധാകൃഷ്ണനും കാരാഗ്രഹത്തിനകത്ത് വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം അവസരം തന്നു. കാരാഗ്രഹത്തിൽ വെച്ചാണ് വിശ്വാസത്തിൽ വന്നത്. 15 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. അപ്പോൾ തന്നെ ജയിലിനകത്ത് സുവിശേഷം പറയാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ഇന്ന് കേരളക്കരയിലും എന്നെ അയക്കുന്നിടത്തൊക്കെ കർത്താവിന്റെ സാക്ഷിയായി ഞാൻ ജീവിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. 33 കോടി നാമത്തെ സേവിച്ച് നടന്നവനാണ് ഞാൻ. പക്ഷേ ആ നാമങ്ങളൊന്നും എന്നെ രക്ഷിപ്പാൻ ഇടയായി തീർന്നില്ല. ഒരു നാമമാണ് എന്നെ രക്ഷിച്ചത്. അത് രക്ഷകനായി യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ പ്രിയരെ, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഈ നിങ്ങളുടെ ജീവിതം ഒന്ന് സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ കർത്താവ് നിങ്ങളെ വിടുവിക്കാനിടയായി തീരും. എത്ര മാരകമായ രോഗമാണെങ്കിലും, എത്ര ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച് നിനക്ക് ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണോ, യേശു വഴിയായിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ കരത്തേലൊന്ന് മുറുകെ പിടിച്ചാൽ മതി, ആ നാമത്തെ ഒന്ന് വിശ്വസിച്ചാൽ മതി. അത്ഭുത മാറ്റം, അത്ഭുത വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. പ്രിയരെ, ഇങ്ങനെ രക്ഷിപ്പാനും ഇങ്ങനെ വിടിവിപ്പാനും ഇങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനുമുള്ള ഒരു മാർഗം ഉലകത്തിൽ മറ്റൊന്നില്ല. അത് യേശുവിന്റെ മാർഗമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പദം ഒന്നുകൂടെ ഞാൻ പറയുന്നു. മുമ്പേ നാം പ്രയോജനമില്ലാത്തവരായിരുന്നു. അതെ, നമ്മളെ പ്രയോജനപ്പെടുത്താൻ മാനുഷികമായ ഒരു പദ്ധതിക്കും കഴിഞ്ഞില്ല. എന്നാൽ സ്വർഗം തുറന്നിറങ്ങി വന്ന യേശു കർത്താവ് തന്റെ അവസാന തുള്ളി രക്തവും കാൽവരി മലമേൽ ആ ക്രൂശിന്മേൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ പ്രായശ്ചിത്തമായത് അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഏവനെയും അത് ജാതിമത വേദവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, അത് പണ്ഡിത മാമര വ്യത്യാസമില്ലാതെ, ഒരു വർഗ വ്യത്യാസമില്ലാതെ വിശ്വസിക്കുന്നവനെ അവൻ രക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. ആ കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവം എത്ര നല്ല ദൈവമാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ യേശുവിനെ സ്വീകരിച്ചു. പേര് മാറിയില്ല, പേരിന്നും അത് തന്നെയാണ്. പക്ഷെ ജീവിതം മാറി. എന്റെ വീട്ടിൽ വന്ന് വീട്ടുകാര് എന്റെ അനുഭവം കണ്ടിട്ട് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. പരവുള്ളിറങ്ങി വിവാഹം കഴിച്ച് എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഞങ്ങളിത് സന്തോഷത്തോടെ, ഈ നാട്ടുകാർ എന്നെ ഈ നാട്ടിൽ നിന്ന് ശപിച്ചു വിട്ടതാണ്. പക്ഷെ അതേ മണ്ണിൽ വിശുദ്ധ വേദപുസ്തകവുമായിട്ട് അവരുടെ നടുവിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇതുമായിട്ട് നടക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യമാണ്. പ്രിയരെ, ഇങ്ങനെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം, ഇങ്ങനെ രക്ഷിക്കുന്ന നമ്മുടെ നല്ല കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ യേശുവിന് കഴിയും. ഞാൻ സമയം തീർന്നു എന്ന് കരുതിയാ പെട്ടെന്ന് നിർത്താം. അല്പസമയം കൂടെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ സുവിശേഷം നമ്മില് എങ്ങനെയാണ് പരിവർത്തനം ഉണ്ടാക്കുന്നത്? നമ്മളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, പിശാചിന്റെ ആലോചനയ്ക്ക് നമ്മൾ കീഴ്പ്പെടുമ്പോൾ ദൈവിക പദ്ധതിയിൽ നമ്മൾ അകന്നു പോകും. ഒനോസിമോസിന് ആ വീട്ടിലൊരു ആരാധന ഉണ്ടായിരുന്നു, ആ വീട്ടിൽ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചില്ല. അവൻ ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. സ്നേഹിക്കുന്ന ഒരു യജമാനനായിരുന്നു ഫിലമോൻ. പക്ഷെ അവൻ അതൊന്നും ആയിരുന്നില്ല. കാരണം ഒരുവന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചാൽ, ഇനി പറയട്ടെ, പഞ്ചാമൃതം കിട്ടിയെന്ന് പറഞ്ഞാലും
പന്നിക്ക് എപ്പോഴും ചെളി തന്നെയാ. അവൻ ആ ചെളിക്കുഴിയിലേക്ക് ഓടാൻ വേണ്ടി എന്ത് ചെയ്യും? അതിനകത്തേക്ക് കുത്തി മറിയാൻ വേണ്ടിയാ അവനിങ്ങനെ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഒനോസിമോസ്. അവന്റെ ഉള്ളു മുഴുവൻ പാപം നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ അവൻ അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് ആര് വരുന്നത്? കള്ളം വരുന്നത്. പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് ഒരിക്കലും നമുക്ക് സമാധാനം തരാനോ നമ്മളെ സന്തോഷത്തിൽ നടത്താനൊന്നല്ല. രണ്ടുപേർ തമ്മിൽ ഐക്യമത്യപ്പെട്ടിരിക്കുന്നതിനിടയിൽ ഇവൻ കയറി വരും, എന്ത് ചെയ്യും? ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും, എന്നിട്ട് രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കുക. അത് അവന് സന്തോഷമാണ്. അപ്പൊ നമ്മുടെ ധാരണ എന്ന് പറയുന്നത്, അയ്യോ മറ്റേ പുള്ളിയുടെ കുറ്റം, മറ്റേ പുള്ളി അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ ആ പുള്ളിയായിട്ട് പിരിയേണ്ടി വന്നതാ. അല്ല പ്രിയരെ, നമ്മളെ ദൈവം സ്നേഹത്താലാ ഒന്നിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ സ്നേഹത്തെ അവനങ്ങ് എടുത്തു മാറ്റും. പിന്നെ വെറുപ്പ്, എന്താണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പിശാച് ഒരുവനിൽ പ്രവേശിക്കുന്നത് ഒരിക്കലും സമാധാനത്തിന് വേണ്ടിയല്ല. പിശാച് ഒരു ഭവനത്തിനകത്ത് പ്രവേശിക്കുന്നത് ഒരിക്കലും ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല. ആ കുടുംബത്തിനകത്തുള്ള യഥാർത്ഥമായ സന്തോഷം, സമാധാനം, സത്യം, നീതി, വിശുദ്ധി ഇതെല്ലാം തകർക്കണം. ഇതാണ് അവന്റെ ലക്ഷ്യം. എന്നാൽ യേശു കർത്താവ് വന്നതോ അറുക്കാനും മുടിപ്പാനും വന്ന കള്ളനെ അവനെ തകർത്തിട്ട്, ശരിക്കും പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനം 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതെ, പിശാചിന്റെ സകലവിധമായ പദ്ധതികളെയും സമ്പൂർണമായി ക്യാൻസൽ ചെയ്യാനാണ് യേശു വന്നത്. ആ പൈശാചിക തന്ത്രങ്ങളിൽ അകപ്പെട്ട് ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ യേശു നമ്മുടെ പടിവാതിൽക്കൽ വരും. മകനെ, മകളെ, ഇപ്പോഴെങ്കിലും നീ എന്റെ മുഖത്തേക്ക് നോക്കാമോ? എന്നെ അന്വേഷിപ്പിന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം എന്നിൽ സംസാരിക്കുന്നു. സങ്കീർത്തനം 27:8. ജീവിത പ്രതിസന്ധിയുടെ മധ്യത്തിൽ മറ്റാർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തോട് അരുളി ചെയ്യും, എന്റെ മുഖത്തേക്ക് നോക്ക്. അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചുപോയി. ഗദരദേശത്തിൽ അവൻ ആർക്കും വേണ്ടാതെ കിടന്നൊരു മനുഷ്യനുണ്ട്. എന്നാലും യേശുവിന് ആ മനുഷ്യനെ കൈവിടാൻ പറ്റത്തില്ല. യേശു ആ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നു. അശുദ്ധാത്മാവ് ബാധിച്ച് സ്വന്തം ശരീരത്തെ പോലും തകർത്തുകൊണ്ട് കല്ലറയിൽ ഉറങ്ങുന്ന, കല്ലറയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ആർക്ക് വേണം? ഞാൻ ജയിലിൽ കിടന്നു, എന്നെ അന്വേഷിച്ച് ആരും അവിടെ വന്നില്ല, എന്റെ വീട്ടുകാർ വന്നില്ല, എന്റെ നാട്ടുകാർ വന്നില്ല. എന്നാൽ ഇവനൊരു അബദ്ധം പറ്റിപ്പോയില്ല, എന്നാൽ അവനെ ഒന്ന് നോക്കിയേക്കാം. അവരെന്നെ മറന്നു കളഞ്ഞു, മരിച്ചവനെ പോലെ മറന്നു കളഞ്ഞു. പക്ഷെ മറക്കാത്ത ഒരുവൻ യേശു മാത്രമാണ്. എന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ അറിയുന്നവൻ അവൻ മാത്രമാണ്. ആ ഗദരദേശത്തിന്റെ ഭൂതഗ്രസ്തന്റെ അടുക്കലേക്ക് യേശു വന്നതുപോലെയാണ് ഒരു സുവിശേഷകനെ ജയിലിലേക്ക് കർത്താവ് അയച്ചത്. എന്തിനാണ്? തന്റെ നാമനിമിത്തം ഞാൻ വിടുവിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം ഒരു സുവിശേഷകനെ ജയിലിലേക്ക് അയച്ചു. അദ്ദേഹം വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വളരെ ശക്തമായി അതിനകത്ത് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നല്ല പ്രസംഗിച്ചത്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അറിവിൽ നിന്നല്ല അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ കാര്യമല്ല, സ്വർഗീയമായ കാര്യമാണ്, നിത്യതയെ കുറിച്ചുള്ളതാണ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള സൂചന പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, നീ ലോകത്തിൽ ചെയ്ത തെറ്റിനനുസരിച്ചാണല്ലോ നീ ഇപ്പോൾ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. എന്നോടായിട്ട് പറഞ്ഞതല്ല, പൊതുവിൽ പറഞ്ഞതാ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം പറഞ്ഞത് അവൻ പൊതുവിലല്ല, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഏകദേശം ഈ ഇതുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ ആശയങ്ങളെ പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞതുപോലെ ഭൂതഗ്രസ്തന്റെ അടുക്കലേക്ക് യേശു കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവന് യേശുവിനെ എന്ത് ചെയ്തു? എതിരേറ്റിയെന്നു. നമുക്ക് തമ്മിൽ എന്താണ്? യേശുവിനോട് ആ ഭൂതഗ്രസ്തം പറയുക, ഭൂതം സംസാരിക്കുക യേശുവിനോട്. അപ്പൊ യേശു ഒരു പദം പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ അശുദ്ധാത്മാവെ മനുഷ്യനെ വിട്ടുപോകാൻ നിന്നോട് കൽപ്പിച്ചിരുന്നുവല്ലോ. അവൻ മനുഷ്യരിലുള്ള ആ അശുദ്ധമായത്, പൈശാചികമായതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ആ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കർത്താവ് വന്നത്. ആ പിശാച് ബാധിച്ച മനുഷ്യനെ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അവൻ ഡെക്കപ്പലി നാട്ടിലൊക്കെയും പോയി അവൻ പ്രസംഗിച്ചു, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, കണ്ടവർ ആശ്ചര്യപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാനും ചോറ്റാനിക്കരയിൽ അങ്ങനെ വന്നേക്കുക. എങ്ങനെയാ? പോയ രാധാകൃഷ്ണനല്ല വന്നത്, പുതിയൊരു രാധാകൃഷ്ണൻ വന്നത്. പോയവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ പോലീസിന്റെ മർദ്ദനമറിയോ ജയിലിന്റെ ശിക്ഷണ നടപടിയല്ല എന്നെ മാറ്റിയത്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്നിലേക്ക് വന്നു. ഞാൻ രക്ഷകനും കർത്താവായ യേശുവിനെ സ്വീകരിച്ചു. ദൈവവചനം പഠിക്കാൻ തുടങ്ങി. അതിനകത്തിരുന്ന് ദൈവവചന വായനയിലൂടെ ദൈവം എനിക്ക് പരിവർത്തനം തന്നു. എന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറച്ചു, അഭിഷേകം നൽകി, എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു.
ഈ ശുശ്രൂഷയുമായിട്ട് ഇന്ന് ലോകത്തിൽ ദൈവം അയക്കുന്നിടത്തൊക്കെ ഞാൻ പോകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, എന്നെ പോലെ തകർന്നു കിടക്കുന്ന, ഇരുളിൽ കഴിയുന്ന, ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് കവലകളിലാണ്. കവലകളിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, ഞാൻ ഇങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാ. പ്രിയ സഹോദര, എന്നെ യേശു രക്ഷിച്ചു. യേശു മാത്രമാണ് രക്ഷകൻ. ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്ന സത്യമാ. അങ്ങനെയാണെങ്കിൽ പ്രയോജനമില്ലാതെ കിടക്കുന്നതിനെ പ്രയോജനപ്പെടുത്താൻ ഉലകത്തിൽ കഴിയുന്ന ഒരു സംവിധാനം സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ. അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും, അത് പരസ്യമായ സ്ഥലത്താണെങ്കിലും, അത് മറ്റു പല സംവിധാനങ്ങളിലൂടെ ആണെങ്കിലും, ആമേൻ, ഈ വചനം, ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ആമേൻ ജീവിതങ്ങൾ അത്ഭുതകരമായ മാറ്റം സംഭവിക്കും. ഫിലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യൻ സ്തെഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ, അതെ, തന്നെ കൊന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവര് പ്രതിസന്ധി നേരിട്ടു. ഫിലിപ്പോസ് ജീവനും കൊണ്ടാ ഓടിയത്. പക്ഷെ ശമര്യയിലേക്ക് വരുന്ന സമയം, ശമര്യയിൽ വരുമ്പോൾ അനേക ജീവിതങ്ങൾ രോഗത്തിലും ദുരിതത്തിലും കഷ്ടതയിലും കഴിയുകയാണ്. അവിടെ ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദം ചെയ്ത് ആഭിചാരം ചെയ്ത് ആ ജനത്തെ മൊത്തം ഭ്രമിപ്പിച്ചു വെച്ചേക്കുക, അന്ധവിശ്വാസത്തിന് അടിമപ്പെടുത്തി വെച്ചേക്കുക. അങ്ങനെ അവര് ഭയത്തിൽ കഴിയുന്നതിന്റെ നടുവിലേക്ക് വന്നേച്ചും താൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് ജീവിതമാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആമേൻ, യേശുവിനെ വിശ്വസിച്ച ജനത്തിനകത്ത് അത്ഭുതകരമായ വിടുതൽ നടന്ന സുവിശേഷം. അങ്ങനെ അതിൽ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 8:8. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി എന്ന്. എങ്ങനെ? സുവിശേഷം പ്രസംഗിച്ചത് അത് കേട്ട് വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ അവരകപ്പെട്ടിരുന്ന അടിമനുഖത്തിൽ നിന്ന്, അവരകപ്പെട്ടിരുന്നതായ പാപത്തിൽ നിന്ന്, അവരകപ്പെട്ട രോഗത്തിൽ നിന്ന്, അവരകപ്പെട്ട പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുതലുകൾ സ്വർഗം എന്ത് ചെയ്തു? ആമേൻ, അവിടെ ആ ദൈവ സാന്നിധ്യത്താൽ നടത്തി. അങ്ങനെ ആവിചാരക്കാരനായ ശീമോനെ വിട്ടുകൊണ്ട് ഫിലിപ്പോസിന്റെ പുറകെ ജനം വന്നു. ഇതാ സുവിശേഷം. എവിടെയാണോ സന്തോഷം നഷ്ടപ്പെട്ടത്, എവിടെയാണോ നിരാശ ബാധിച്ചത്, എവിടെയാണോ ഭയം വന്നത്, എവിടെയാണോ ആമേൻ ദാരിദ്ര്യം വന്നത്, അതിന്റെ നടുവിലേക്ക് ആമേൻ നമ്മളെ സമ്പന്നനാക്കേണ്ടതിന് അവൻ സ്വർഗം വിട്ട് ഇറങ്ങി ദാരിദ്ര്യം അനുഭവിച്ചത് എന്തിനാ? എന്നെയും നിങ്ങളെ ആത്മീകമായി സമ്പന്നരാക്കി തീർക്കേണ്ടതിന്. ആ യേശുവിന്റെ രക്ഷാ വചനങ്ങൾ ഇന്ന് ലോകത്തിന് ആവശ്യമാണ്. ലോകം വ്യത്യസ്തമായ നിലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നീതിയോടെ ഭരിക്കുന്ന ഒരുവൻ വരാൻ പോകുക. ആരാ? യേശു കർത്താവ്. അവന് മാത്രമേ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ ഭാഗ്യമേറിയവരാ, നമ്മൾ ഭാഗ്യം ചെയ്തവരാ, നമ്മൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിന്റെ ഗാനം പാടി നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം, യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. യേശുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് രൂപാന്തരം വരികയുള്ളൂ, പ്രയോജനപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പൗലോസ് പറയുന്നു, മുമ്പേ ഇവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനാ, പക്ഷെ ഇപ്പൊ ഇവൻ നിനക്ക് നല്ല പ്രയോജനം, നിനക്കും എനിക്കും. എന്ന് വെച്ചാൽ ഇവൻ വീട്ടിൽ ശുശ്രൂഷ മാത്രമല്ല, ഒരു ആത്മീക ശുശ്രൂഷയും ചെയ്യാൻ പറ്റുന്നവനാണ്. അടുത്ത പദം പറയുന്നു, ഇവൻ വിശ്വസ്തനാണെന്ന് കൊലോസ്യ ലേഖനത്തിൽ കാണുന്നു. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. പ്രിയരെ, ഇങ്ങനെ മാറ്റം വരുത്തി, ഇങ്ങനെ പ്രയോജനപ്പെടുത്തി ലോകത്തിന്റെ മുമ്പിൽ കൊള്ളരുതാത്തതിനെ നല്ലതാക്കി മാറ്റാൻ കഴിവുള്ള ഏകമാർഗം യേശുവിന്റെ മാർഗമാണ്. നമുക്ക് നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്തദാസനും എന്നെ ഈ മീറ്റിംഗിൽ കേട്ട എല്ലാ ദൈവജനത്തിനും ഹൃദയംഗമായി നന്ദി അറിയിച്ചുകൊണ്ട്, അവസരം ഒരു ദൈവദാസനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്യം വിരമിക്കുന്നു. ദൈവനാമ മഹത്വം കൊടുക്കട്ടെ. ആമേൻ. സ്തോത്രം. ജീവിക്കുന്ന സാക്ഷി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ എത്ര ശക്തമായിട്ട് തിരുവചനത്തിൽ നിന്ന് സംസാരിച്ചു. തൻ്റെ സാക്ഷ്യം എത്ര ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടു. ഒനേസിമോസ് പ്രയോജനമില്ലാത്തവനായിരുന്നു. പൗലോസ് പറയാണ്, എനിക്കും അല്ലെങ്കിൽ യജമാനനായ ഫിലേമോനും ലോകത്തിൽ ആർക്കും തന്നെ പ്രയോജനമില്ലാത്തവനായിരുന്നു. നമുക്ക് അറിയാം, ഫിലേമോൻ്റെ വീട്ടിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഉപവാസം ഉണ്ടായിരുന്നു, ആത്മീക അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒനേസിമോസിന് അതൊന്നും താല്പര്യം ഉണ്ടായില്ല. ഒരു മോഷ്ടാവായിട്ട് അവിടെ നിന്ന് ഒളിച്ചോടി പോകാനാണ്, മരണശിക്ഷയാണ് അതിന് ലഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു ശിക്ഷ വാങ്ങത്തക്ക വിധം ഒളിച്ചോടി പോകാനാണ്
ഒനേസിമോസ് ആഗ്രഹിച്ചതും അതാണ് അവൻ ചെയ്തത്. എന്നാൽ പ്രയോജനമില്ലാത്തവനെ ആ സുവിശേഷം പ്രയോജനമുള്ളവനാക്കി തീർക്കുകയാണ്. ഞാൻ 1-2 വാചകങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. ആ പൗലോസിലൂടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹം ഒനേസിമോസിനെ തേടിച്ചെന്ന് അവനെ എല്ലാവർക്കും ലോകത്തിന് പ്രയോജനമുള്ളവനാക്കി തീർത്ത്. അതാണല്ലോ കർത്താവിൻ്റെ ദാസൻ്റെ അതുമായിട്ട് വളരെ സാമ്യമുണ്ടല്ലോ. തൻ്റെ ജീവിതത്തിന് ഈ 24-ാം വയസ്സിൽ തന്നെ ഒരു കൊലപാതകയായി തീരുന്ന ആ ഒരു സാഹചര്യമാണ്. അതാണ് മനുഷ്യൻ്റെ പാപ സ്വഭാവം, അതാണ് സംഭവിച്ചത്. എന്നാൽ ആ കർത്താവിൻ്റെ സ്നേഹം ആ കാരാഗ്രഹത്തിനുള്ളിൽ, ആ ഒനേസിമോസിനെ കാരാഗ്രഹത്തിനുള്ളിൽ തേടിച്ചെന്നതായ ആ സ്നേഹം കർത്താവിൻ്റെ ദാസനെ തേടിച്ചെന്ന് ഒരു പുതിയ സൃഷ്ടിയാക്കി ഇന്ന് എല്ലാവർക്കും കൊള്ളാവുന്ന, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാക്കി തീർത്ത്. എത്ര പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പാസ്റ്റർമാരാണ്, നമ്മൾ പലരും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് അങ്ങനെയൊക്കെ വളരുന്നവരാണ്. എന്നാൽ ഈ സാഹചര്യങ്ങൾ മനുഷ്യനെ ചീത്തയാക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം ആ ദൈവവചനത്തിലാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ആ ശബ്ദം എവിടെയാണ് കേട്ടത്? ദൈവവചനത്തിൽ കൂടെയാണ് കേട്ടത്. അതുകൊണ്ട് നമുക്കറിയാം, ദൈവവചനം പാറയെ പൊട്ടിക്കുന്നതാണ്, ദേഹത്തെയും ദേഹിയെയും ഒക്കെ പിളർന്ന് ചെല്ലുന്നതാണ് ആ ശക്തി. കർത്താവിൻ്റെ ദാസനെ ഇത്രമാത്രം രൂപാന്തരപ്പെടുത്തി ദൈവമകനാക്കി, ദൈവദാസനാക്കി തീർത്ത് അനേകരുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്താൽ സ്പർശിക്കുന്നതിന് ഇന്ന് സാധിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് വ്യക്തമായില്ല, ഒരുപക്ഷെ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ ജയിലിൽ വെച്ച് തന്നെ ആയിരിക്കും കിട്ടിയത്. നമ്മൾ ചർച്ചിലിരുന്ന് അഭിഷേകം കിട്ടണേ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറമായി പ്രാപിക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്നാൽ കർത്താവ് മനുഷ്യൻ്റെ ഒന്നും മനസ്സിൽ തോന്നാത്ത രീതിയിൽ നമുക്ക് ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വഴികൾ ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നിയിട്ടില്ല. മനുഷ്യ മനസ്സിന് അഗോചരമായിട്ടുള്ള ദൈവവഴികളാണ്. പ്രിയമുള്ളവർ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ആർക്കും കൊള്ളാത്തവരായിരുന്ന, എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നമുക്കറിയാം, ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തൻ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. അവനെയാണ് 10 പട്ടണങ്ങളുടെ ബിഷപ്പായിട്ട് ദൈവം തീർത്തത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ മുൻപിൽ നമ്മൾ ആ ദൈവസ്നേഹം മറ്റുള്ളവരെ കാണിക്കുന്നതിൽ, അതിലേക്ക് അനേകരെ നമുക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന. ആ ഒരു ദൈവദാസൻ അവിടെ ആ ജയിലിൽ ചെന്ന് ആ ദൈവവചനം പറഞ്ഞതാണ്. അല്ല, അദ്ദേഹം ഒന്നും ചെയ്തില്ല. കർത്താവ് പൗലോസ് പറഞ്ഞ പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പൊല്ലോസ് ദൈവവചനം നട്ടു, ഞാൻ ദൈവവചനം നട്ടു, ഞാൻ ദൈവവചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നു, എന്നാൽ ഫലം തരുന്നതോ യഹോവ. എത്ര ഫലം തരുന്ന ദൈവമാണ്, എനിക്ക് ഫലം ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ദൈവവചനം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാൻ. കർത്താവിൻ്റെ ദാസൻ പറയുന്നല്ലോ, ജയിലിൽ വെച്ചാണ് അഭിഷേകം കിട്ടിയത്. പ്രൈസറോ, കർത്താവ് നമ്മൾ ചർച്ചിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടും പലർക്കും ഇന്ന് അഭിഷേകം കിട്ടുന്നില്ല. എന്നാൽ കർത്താവ് പ്രവർത്തനങ്ങൾ, കർത്താവിൻ്റെ വഴികൾ എത്ര അഗോചരമാണ്. നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ, ഈ സാക്ഷ്യത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസന് അനേകർക്ക് പരസ്യ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നല്ലോ, അനേകർക്ക് ഒരു വെളിച്ചമായി തീരട്ടെ. അനേകരെ അങ്ങനെയുള്ള മോശമായ വഴികളിൽ നിന്ന് കർത്താവിൻ്റെ വഴികളിലേക്ക് നേടുന്നതിന് കർത്താവ് ഈ ദിവസങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.